കർണാടകയിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 7000-ലധികം വിദ്യാർത്ഥികൾക്കും മറ്റു യുവാക്കൾക്കും HIV പോസിറ്റീവ് ടെസ്റ്റ് റിസൾട്ട് വന്നിരിക്കുന്നു. ഇത് പുറത്തു വന്നതിന് ശേഷം കർണാടക സർക്കാർ എല്ലാ കോളേജുകളിലും HIV പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നു. വളരെ അത്ഭുതപ്പെടുത്തുന്ന, വളരെ ആശ്ചര്യപ്പെടുത്തുന്ന, സമൂഹത്തിൽ ഒരു വ്യാധി പടർന്നു പിടിക്കുന്നതിന് ഇവിടുത്തെ യുവതലമുറ അതിന് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള വിധേയരാകുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. 4 ദിവസം മുന്നേ ഇതേ ചെറുപ്പക്കാർ ഒത്തൊരുമിച്ചിട്ടാണ് അവരുടെ ഒരു പ്രശ്നത്തിന് ഡൽഹി ജന്തർ മന്ദറിൽ അവർ ഒന്നിച്ചു നിന്ന് ആ പ്രശ്നത്തിന് അവരുടെ കൂട്ടായ്മകൾ കൊണ്ട് അത് സാധിച്ചെടുത്തു. അതേ ചെറുപ്പക്കാർ തന്നെയാണ് ഇന്ന് അവരിൽ നിന്ന് ഈ ന്യൂസ് വരുന്നത്. 7000-ഓളം HIV ടെസ്റ്റ് റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു. അതും കർണാടക സംസ്ഥാനത്ത് മാത്രം. കർണാടക സർക്കാർ തന്നെ ഞെട്ടിത്തരിച്ചു. അവരിപ്പോൾ രഹസ്യമായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, എല്ലാ കോളേജുകളിലും HIV ടെസ്റ്റ് എല്ലാവരിലും നടത്താനായിട്ട്. ഒന്ന് നോക്കിയേ ഒരു നാടിൻ്റെ ദുരവസ്ഥ. ഞാൻ അല്ലെങ്കിലും ഈ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ വൈകുന്നേരങ്ങളിലെ പാർട്ടി ഡാൻസുകൾ നമ്മൾ വീഡിയോ കണ്ടു. ഒരു സമരം അത് ആവശ്യമാണ്. സമരം കൂട്ടായ പ്രവൃത്തി കൊണ്ട് അത് വിജയിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അവിടെ കണ്ട ആ വൈകുന്നേരത്തിലെ ആർമാദിക്കലുണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ ഈ ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എങ്ങനെ ആര് പിടിച്ചാൽ നിർത്തും? അതായത് കർണാടകയിലെ 18-നും 25-നും ഇടയിൽ പ്രായമുള്ള ഈ 7000 ആൾക്കാരും ആ പ്രായത്തിൻ്റെ ഇടയിലുള്ളവരാണ്. ഇതിന് ഇപ്പോൾ സർക്കാർ എടുത്ത തീരുമാനം എത്രയും പെട്ടെന്ന് കൂടുതൽ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുക, കൗൺസിലിംഗ് കൊടുക്കുക തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്യാൻ സർക്കാർ ചെയ്യാനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആരെയും നിർബന്ധിക്കില്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്താണ് പറ്റിയത്? യുവതലമുറയ്ക്ക് ഒരു പകർച്ചവ്യാധി വീണ്ടും വീണ്ടും പടർന്നു പിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയില്ലാതെ സംഭവിക്കുന്ന ഈ വിവരക്കേട് ആലോചിക്കണം. ലോകത്ത് കുതിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഈ കുതിപ്പ് അത്ര നല്ല കാര്യമല്ല. ഭരണകർത്താക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം ആകാംക്ഷ കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ 7000 പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ലക്ഷണം. വെറുതെ പറയുന്നതല്ലല്ലോ. സർക്കാരിന് കിട്ടിയ ആ ഫലത്തിൻ്റെ ഫലമായിട്ട് കണ്ടതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് അവിടെ പോയത്. കർണാടക സ്റ്റേറ്റ് എയ്ഡ്സ് പ്രിവെൻഷൻ സൊസൈറ്റി KSAPS ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് ഈ സംരംഭം ഇപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇത്. ആ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും തന്നെ നാണക്കേടാണ്. പ്രത്യേകിച്ച് ആ സംസ്ഥാനം ഭരിക്കുന്നത് ആരായിക്കോട്ടെ, അവരുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇത്. കൂടുതൽ പുറത്തു വന്നാൽ അവിടെ ഭരിക്കുന്നവരാണ് ആദ്യം മാറുക. ഇത് പുറത്ത് വലിയ ന്യൂസായി കഴിഞ്ഞാൽ
ഇത് ഭാരതത്തിന് തന്നെ മുഴുവനും വലിയൊരു നാറ്റക്കേസായി മാറും. അപ്പോൾ ഇവിടെ പ്രധാന ഒരു റോള്, കാരണം 18 വയസ്സിനും 25 വയസ്സിനുള്ള കുട്ടികൾ എന്നാണ് പറയുക ഇവരെന്നെ. സത്യത്തിൽ അവർ രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കില്ല. രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യം, ഞാനൊരു വിഷയം ഉണ്ടായി ഈ ഇത്തരത്തിലൊരു സംഭവം. ഒരു മെഡിക്കൽ കോളേജിൽ രാത്രി സമയത്ത് ഹോസ്റ്റലിൽ കയറി ചെല്ലേണ്ട ടൈമിങ്ങിന് ചൊല്ലി ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു മത്സരമല്ല, ഒരു വാദം. ആൺകുട്ടികൾ എപ്പോഴും വളരെ ലേറ്റായിട്ടാണ് ഹോസ്റ്റലിൽ കയറി വരിക. അത് സാധാരണ ഹോസ്റ്റൽ വാർഡന്മാർ അത്ര കാര്യമാക്കില്ല. പക്ഷേ പെൺകുട്ടികൾക്ക് 6 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും, പോകാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആണ് പെണ്ണ് തുല്യ അവകാശമാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ ആൺകുട്ടികൾക്ക് എങ്ങനെ ഹോസ്റ്റൽ ടൈമിങ് ഉപയോഗിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഞങ്ങൾക്കും വേണമെന്നുള്ള വാദവുമായിട്ട് ഇറങ്ങി. പക്ഷേ ആരും അതിന് ചെവി കൊണ്ടില്ല. മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയോ സമ്മതിച്ചില്ല. ഈവൻ രക്ഷിതാക്കൾ വരെ സമ്മതിക്കാത്ത ഒരു അവസ്ഥ അവിടെ വന്നപ്പോൾ, കാരണം ചർച്ചകൾ നടക്കുമല്ലോ, ഈ പെൺകുട്ടികൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. അവർ വാദിച്ചത് ആൺകുട്ടികളെ പോലെ തന്നെ ഞങ്ങൾക്കും ഇതിന് അതേമാതിരി ടൈമിംഗ് ആക്കണം എന്ന് പറഞ്ഞ് കോടതി അതിനൊരു ഓർഡർ ഇറക്കി. കോടതി വളരെ ബുദ്ധിപരമായിട്ട് ഇറക്കിയത്. അതായത് ആൺകുട്ടികളുടെ മാതിരി ഉപയോഗിച്ചോളാം എന്നൊന്നും കോടതി പറഞ്ഞില്ല. കോടതി അത് ആ ഭരിക്കുന്ന സർക്കാരിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ഇത് കേരളത്തിലുണ്ടായ സംഭവമാണ്. കോടതി എന്ത് പറഞ്ഞു? ആ ഭരിക്കുന്നവരോട് പറഞ്ഞു, ഈ സംഭവം ആണ് പെണ്ണ് എന്ന് വ്യത്യാസം വരുത്താതെ ഇവരുടെ ഈ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇറക്കി. ഇതേ കോടതി ചെയ്തുള്ളൂ. അപ്പോൾ ഈ സംഭവം വീണ്ടും ഭരിക്കുന്നവരുടെ കയ്യിൽ വന്നു. ഇവർ ഭരിക്കുന്നവർ കാര്യമായിട്ട് ചർച്ച ചെയ്ത് അവസാനം അവരൊരു തീരുമാനമെടുത്തു. ഈ സമയം ആൺകുട്ടികളുടെ അങ്ങോട്ട് വെട്ടി ചുരുക്കിയിട്ട് പെൺകുട്ടികളുടെ സമയം കൊണ്ട് കൂട്ടിയിട്ട് 10 മണിന്ന് അങ്ങോട്ട് ആക്കി, ക്ലോസ് ചെയ്യും മോസ്റ്റ്. അങ്ങനെ ആക്കി തൽക്കാലം. അല്ലാതെ ഇപ്പോൾ ഇതിനൊരു തീരുമാനം വേണ്ടേ? പക്ഷേ പിന്നീട് അത് പിന്നെയും തർക്കമായി. പിന്നീട് ഞാൻ കണ്ടത് 24 അവർ തുറന്നു കിടക്കുന്ന ഹോസ്റ്റലുകളാണ് ഇന്ന്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലെ ഹോസ്റ്റലുകൾ, പ്രത്യേകിച്ച് സർക്കാർ കോളേജുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കർണാടകയിൽ ഇത് പ്രത്യേകിച്ച് ഇതൊക്കെ വളരെ ഓപ്പണാണ്. അപ്പോൾ അത്ഭുതപ്പെടാനില്ല. 7000 ആൾക്കാർക്ക്, 7000 വിദ്യാർത്ഥികൾക്ക് എയ്ഡ്സ് ടെസ്റ്റിൻ്റെ ഫലമായി HIV പോസിറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാനസിക വളർച്ചയുടെ കുഴപ്പമാണ്, വിവരക്കേടിൻ്റെ ലക്ഷണമാണ്. സ്വന്തം രക്ഷിതാക്കൾ ഇത് അറിയുന്നില്ല, രക്ഷിതാക്കൾ അറിഞ്ഞാൽ ഇത് നടക്കില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത് പടർന്നു പിടിച്ചാൽ ഈ രാജ്യത്തിന് തന്നെ അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇത് എങ്ങനെ, ഇത് കർണാടകയിൽ മാത്രമായിരിക്കില്ല, ഇത് മൊത്തം, കാരണം 150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അതും ഇപ്പോൾ പുതിയ കനേഷ്മരി നടന്ന അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നുള്ളൂ, അതിലേക്കാട്ടിയൊക്കെ കൂടിയിട്ടുണ്ടാവും. എങ്ങനെ ആയാലും ഒരു 20 കോടി മുകളിലേക്ക് ജനസംഖ്യ പോയിട്ടുണ്ടാവും. കാരണം ഇവിടെ ജനസംഖ്യ കൺട്രോൾ ചെയ്യുന്നില്ല. ഒരു മതം ജനത്തിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, വെല്ലുവിളിച്ചുകൊണ്ട്, മത്സരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ജനസംഖ്യ ഒരു 20 കോടിയോ 30 കോടിയോ കൂടി കാണും ഈ ഇതിൻ്റെ ഇപ്പോൾ കണക്ക് വരുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു വിഷം പടർന്നു പിടിച്ചാൽ അത് ഈ രാജ്യത്തിന്, ഈ സമൂഹത്തിന്, ഈ ജനതയ്ക്ക് വലിയൊരു ദുഃഖമായിട്ട് മാറും. ലോകം ആശ്ചര്യപ്പെട്ട് ഇവിടേക്ക് കണ്ണും തുറിച്ച് നോക്കും, ഒരു സംശയവും വേണ്ട.